ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ ഇന്നത്തെ ചോറിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയൊരു വീഡിയോ, പിന്നെ കറിയും ചോറും എല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നീണ്ടിരിക്കുന്നത്, എന്നാലും കൂടുതൽ ഉപയോഗങ്ങളൊന്നുമില്ല. ഒരു സാധാരണ ചോറും കറിയും ഒക്കെ ആയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. ഒരു കറിയുണ്ട്, പിന്നെ നമ്മളെ തൈരും ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, എളുപ്പമാണ് കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണെന്ന് ഇഴക്കാം. ഉരുളക്കിഴങ്ങ് ചെറുങ്ങനെ തൊലി പൊയ്ക്കാണ്ട് കട്ട് ചെയ്ത് വേവിക്കുക കുക്കറിൽ. അത് പിന്നെ ഞങ്ങളിപ്പോൾ 3 പേരുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ഉരുളക്കിഴങ്ങ് വലുത് വയ്ക്കിട്ടാണ് എടുത്തത്. പിന്നെ തൈര് ആ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ച് വെക്കാം. ഒന്ന് ഇതാക്കിയാൽ മതി, ഒന്ന് അടിച്ചാൽ മതി. പിന്നെ അടിച്ച് വെച്ചതാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ, അങ്ങനെ തന്നെ. ഉരുളക്കിഴങ്ങ് വെന്തിക്കുന്ന നമുക്കത് വെള്ളം ഊറ്റിയിട്ട്, വെള്ളം വേണ്ട കേട്ടോ, വെള്ളം ഊറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. നല്ലതുപോലെ വെന്തോട്ടെ കേട്ടോ, കൂടുതൽ അലിയണ്ട, എന്നാലും ഒന്ന് വേവണം. നമുക്ക് വേറൊരു പാത്രം ബൗളിലേക്ക് മാറ്റി വെക്കാം. തീരെ വെള്ളം ഉണ്ടാവരുത്. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്തിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചെറുങ്ങനൊന്ന് കൂടുതലും പിന്നെ പൊടിക്കണ്ട, എന്നാലും ഒന്ന് ചെറുങ്ങനൊന്ന് പിന്നെ പൊടിച്ചേക്കാം. കഷ്ണങ്ങളൊക്കെ കറിയിൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവരുത്, ഒന്ന് പൊടിഞ്ഞതുപോലുള്ളത് ആയിരിക്കണം. കാരണം നമ്മളെ കറിയിൽ മസാല ഇങ്ങനെ ഒന്നും ഇടുന്നില്ല. കുറച്ചൊരു പിന്നെ ജീരകം ഉണ്ടല്ലോ, നമ്മൾ നല്ല ജീരകം പിന്നെ പൊടി, അതുപോലെ പെരുംജീരകത്തിൻ്റെ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്തേക്ക് കൂട്ടുന്നില്ല. വെളിച്ചെണ്ണയാണിത്. വെളിച്ചെണ്ണേൻ്റെ അകത്ത് കടുകിട്ടിട്ട് പൊട്ടിക്കുക. ഇത് നല്ല കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറി. പുളിയും എരിവും കുറച്ച് പച്ചമുളക്, ഇതിൻ്റെ അകത്ത് കുരുമുളക് കുറച്ചുണ്ടെങ്കിൽ ചെറുങ്ങനൊന്ന് ഇടുന്നത് നല്ലതാണ്. ഒന്ന് ചെറുങ്ങനൊന്ന് പിന്നെ പൊട്ടിച്ചിട്ട് ഇടുന്നത് നല്ലതായിരുന്നു. എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്തുള്ളത് പൊടിയാണ്. പക്ഷെ പൊടി ഇട്ടാൽ നമ്മളെ കറീൻ്റെ കളറ് മാറിപ്പോകും, കുറച്ച് ബ്ലാക്കായി പോകുമല്ലോ. അപ്പോൾ അത് വേണ്ട, വൈറ്റ് തന്നെ ആയിരിക്കണം. കുഞ്ഞുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് പിന്നെ കറിവേപ്പില, നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലൊക്കെ ഒന്ന് അടയുക. ഇതൊന്ന് നല്ലതുപോലെ വാടട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുണ്ട് ഈ കറി. ഞാനിത് പിന്നെ ഇവിടുന്നല്ലേ കഴിച്ചത്. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ മോള് ഇങ്ങനെ പുറത്ത് പോയിരുന്നു, എൻ്റെ എളാമൻ്റെ അടുത്ത്, അബുദാബിയിലാണ്. എളാമ അതിങ്ങനെ ഓരോരോ വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ നോക്കിയിട്ട് എല്ലാ തരം ഭക്ഷണം ഉണ്ടാക്കും. മോളിങ്ങനെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, അമ്മ നല്ല ടേസ്റ്റുള്ളൊരു കറിയുണ്ട്, ഞാൻ ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ കുളമായിപ്പോയിട്ടോ, ആ തീരെ നന്നായില്ല. എന്നുവെച്ചാൽ പുളിയുള്ള തൈരായിരുന്നു. പക്ഷെ അതിനങ്ങനെ പുളി വേണ്ട. പുളി ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ പുളി കൂടുതൽ ഇഷ്ടമല്ല. ഇത് നമ്മൾ ചെറിയൊരു തക്കാളി, അത് ചെറുങ്ങനെ കട്ട് ചെയ്യണം, നല്ല ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടാട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. അതുപോലെ പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ടായിരിക്കണം വേവിക്കേണ്ടത്. ഇനി നമുക്ക് തൈര് അടിച്ച് വെച്ചില്ലേ, ആ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ഇതങ്ങനെ തന്നെ നമുക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നല്ലോ, അതിലേക്ക് ഈ കൂട്ട് തൈരും നമ്മൾ തിളപ്പിക്കാതെ തന്നെ ഇങ്ങനെ തന്നെ വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റിയായ ഒരു കറി റെഡി ആയിക്കുന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിനിപ്പോൾ ഒരു പണിയില്ലല്ലോ. അത് കണ്ടോ, ആ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതൽ പച്ചക്കറി ഒന്നും വേവിക്കില്ല. ഒരൊറ്റ തക്കാളി 2 പച്ചമുളകും ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു എളുപ്പമാണത്. നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി തന്നെ മതി. ഇനിയിപ്പോൾ കുട്ടികൾക്ക് പിന്നെ കുറച്ച് പുളി കുറഞ്ഞ തൈരൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ട് കൊടുക്കാനൊക്കെ നമുക്ക് ഈസിയുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ അറിയായിരിക്കും. എനിക്കിത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചോറിട്ടോ, ചോറ് അടുപ്പത്ത് അയും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗ്യാസ് ഇല്ലല്ലോ, ഗ്യാസ് ഉണ്ട്, പക്ഷേ ഞാൻ വളരെ കരുതിയാണ് വേവിക്കുന്നത്. എനിക്ക് അടുപ്പില്ല ഇവിടെ. അപ്പോൾ പിന്നെ അടുപ്പുണ്ട്, പുറത്താണ്. ഇപ്പോൾ വെയിലും അല്ല എനിക്ക്, അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോഴേക്കും പിന്നെ തീരെ പറ്റുന്നില്ല, നല്ല തളർന്നു പോകുന്നുണ്ട്. പിന്നെ ഈ മത്തി മുളകിട്ടത്
ഈ കൂടെ അതിൽ പൊരിച്ചതാണെങ്കിൽ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മോൾ ഇവിടെ മീൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ മോൾക്ക് ചിക്കന് ഈ മത്തി ആയിരിക്കാന്ന് ചെറിയ കുഞ്ഞിപ്പാത്രത്തിൽ. ഇവിടെ 2 പേരുണ്ട് കേട്ടോ, പൂച്ചകളാണ്, പേർഷ്യൻ പൂച്ചാണ്. അപ്പോൾ അവർക്ക് ഉച്ചക്കത്തേക്ക് മത്തി വേവിച്ച് മഞ്ഞൾ മാത്രം ഇട്ടിട്ട് വേവിച്ച് കൊടുക്കും. ഇത് മീൻ മത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. നമുക്ക് മത്തി കറിയാക്കാം. മത്തി മുളകിടാം, പൊരിക്കുന്നില്ല. കാരണം പൊരിച്ചാൽ ഇവിടെ ഓയിൽ, കാരണം എല്ലാവർക്കും കൊളസ്ട്രോൾ, എനിക്കുണ്ട് കൊളസ്ട്രോൾ, പിന്നെ എൻ്റെ ഭർത്താവിനും ഉണ്ട് കൊളസ്ട്രോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരെ മീൻ കഴിക്കുള്ളൂ, മോള് കഴിക്കില്ല. മോൾക്ക് ചിക്കന് വറുക്കാൻ ചെയ്യുന്നത്. ഈ മുളകിടാം കേട്ടോ, മത്തി നല്ല മുളകിടാം. നല്ല ടേസ്റ്റാണ്. നല്ല മത്തി എന്താണ് കടലൂർ മത്തിയോ അങ്ങനെ എന്താണ് മീൻകാരൻ പറഞ്ഞത്. കടലൂർ മത്തിയാണ് ഇത്താത്ത, വാങ്ങിച്ചോളി ഓൻ്റെ വാക്ക് കേട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ കണ്ടിട്ട് നല്ല മത്തി, നല്ല പഞ്ഞീനൊക്കെ ഉണ്ട്, നല്ല മത്തി, നല്ല ഉരുണ്ട മത്തി വയ്ക്കുന്നുണ്ട്. നമുക്കിതിൽ ഒരു പകുതി വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ഒന്ന് കുത്തി വെച്ചത്, പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ കേട്ടോ. ഇത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കണം. പക്ഷെ നമ്മൾ ഈ കുക്കറിൽ ഇതിൽ അടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ചൂട് കൂടി പോയല്ലോ ഇൻഡക്ഷൻ കുക്കറിൽ. അപ്പോൾ തീർന്നു പോയാൽ 1 മാസം കഴിയണമല്ലോ അപ്പോഴൊക്കെ ഗ്യാസ് കിട്ടണമെങ്കിൽ. നമ്മൾ ബുക്ക് ചെയ്ത് ഗ്യാസ് വന്നതിൻ്റെ അതേ ഡേറ്റ് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് അടുത്ത മാസം കിട്ടൽ. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് ഒരു ക്രിസ്ത്യൻസ്. അപ്പോൾ ഞാനിങ്ങനെ വെയിലത്ത് നോൽബിനൊക്കെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണമെങ്കിൽ പത്തിരിയൊക്കെ ചുടണമല്ലോ നമുക്ക്. നൈസ് പത്തിരിയും ചിമ്മുസൊക്കെ നിർബന്ധമാണല്ലോ. അപ്പോൾ പുറത്ത് അടുപ്പിൽ ഇങ്ങനെ നിന്ന് കത്തിക്കുമ്പോൾ വേവിക്കാൻ അവൾ വിളിച്ച് തന്ന ഇത് എടുത്തോ, ഞങ്ങളിത് തീരായി അയക്കണം, എന്നാലും കുഴപ്പമില്ല, എൻ്റെ കഷ്ടപ്പാട് കണ്ടുകൂടാന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് എന്താക്കി വേഗം അവർക്ക് കൊടുത്ത്. അതേപോലെ തന്നെ അടുത്ത വീട്ടിൽ വേറൊരാളുണ്ടായിരുന്നു, അവർ വേറൊരു ഗ്യാസ് അതേപോലെ അവർ ഒന്ന് വിളിച്ച് തന്ന്. അപ്പോൾ ഞാൻ വളരെ കരുതു. അപ്പോൾ അവർക്ക് കൊടുത്തിട്ടോ. പിറ്റത്തെ മാസം കിട്ടിയപ്പോൾ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞില്ല, അവർക്ക് കൊടുത്ത്. ഇനിയിപ്പോൾ വേറൊരു കൂട്ടുകാരോട് വാങ്ങിച്ചിരുന്ന അവർക്ക് കൊടുക്കണം. അങ്ങനെ റോൾ ചെയ്യാണ്. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ ഇതിലൊക്കെ കുറച്ചൊക്കെ വേവിക്കുക. പക്ഷെ പെട്ടെന്ന് കരിയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. തീ കുറച്ച് വെച്ചാൽ മതി. വേറെ ഒരു പണിക്കും പോകാൻ പറ്റില്ല. ഇതിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതേച്ച് നിൽക്കേണ്ടി വരും. നമുക്ക് വെളുത്തുള്ളി, പിന്നെ വെളിച്ചെണ്ണയിൽ ഉലുവട്ട്, നല്ല പെരിഞ്ജീരകം ഇട്ട്, വലിയുള്ളി ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട്, പിന്നെ ഉപ്പ് കുറച്ച് കണ്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതൊന്ന് വാടിക്കട്ടെ. ഉള്ളി വാടിക്കുന്ന നമുക്കിനി തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കട്ടോ. അതെല്ലാം വാടിക്കുന്നു. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി 2 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ എടുത്തിക്കുന്നതിന്. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവും ഇതൊക്കെ നോക്കണമല്ലോ. ചിലർക്ക് നേർങ്ങാനായിരിക്കണം, പിന്നെ കൂടുതൽ ടൈറ്റ് ഉണ്ടാകുക, ലൂസായിരിക്കണം. ചിലർക്ക് കുറുക്കായിരിക്കണം മുളകിട്ടത്. പിന്നെ അത് പെരുംജീരകപ്പൊടിയാണ് കേട്ടോ. പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ട് പുളി പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിക്കുകയാണ്. കറി റെഡി ആയിക്കുന്നത്. ഇനി മീൻ നമുക്ക് ആഡ് ചെയ്യാം. മത്തി കണ്ടിട്ട് നല്ല മത്തി പോലെ തോന്നുന്നുണ്ട്. ഇനി കറി വെച്ച് കഴിച്ചാൽ അറിയുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. നല്ല പഞ്ഞീനുള്ള മത്തി കേട്ടോ, നല്ല മത്തി. മത്തി ഇവിടെ വാങ്ങലില്ല, കാരണം കുട്ടികൾക്ക് ചെറിയ മക്കളുണ്ട്, അവർക്ക് മീൻ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും മുള്ള് തൊണ്ടയിൽ ഇതാവുമോ എന്നുള്ളത്. അങ്ങനെ കഴിച്ചത് ഫുള്ളും പുറത്തേക്ക് വരും, എന്തെങ്കിലും തടിഞ്ഞു പോയാൽ, തൊണ്ടയിൽ തടിഞ്ഞു പോയാൽ. അപ്പോൾ കഴിയുന്നതും മത്തി വാങ്ങാതെ നിൽക്കും. ഈ പച്ചക്കറി എന്തെങ്കിലും ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ പിന്നെ ചിക്കനോ. ചെറിയ ഐറ്റങ്ങളാണ്. പിന്നെ അതാ പൂച്ചൻ്റെ മത്തി, അത് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആ വയറ്റിങ്ങൾക്കും കൊടുക്കണ്ട, നമ്മളെ ഫുഡിൻ്റെ കൂടെ അവരിതും കൂടി റെഡിയാക്കണം. നമ്മളെ മത്തിക്കറി റെഡി ആക്കണം. ഇനിയിപ്പോൾ ചിക്കൻ നമുക്ക് പിന്നെ മുളക് തേക്കാം. ചിക്കന് മുളക് തേക്കാണ്. മോള് മീൻ കഴിക്കൂലേ,
അപ്പോൾ അവൾക്ക് ഇങ്ങനെ ചിക്കനോ എന്തെങ്കിലും ഒക്കെ ചെറിയൊരു പീസ് കിട്ടിയാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഞാൻ കണക്ക് പറയുന്നില്ല, അവരവരുടെ ആവശ്യത്തിന് കണക്ക് പോലെ ഇട്ടാൽ മതി. ജീരകപ്പൊടി പെരുംജീരകപ്പൊടിയാണ് കേട്ടോ, വലിയ ജീരകം ചെറിയ ജീരകപ്പൊടി ഇട്ടേക്കുന്നു കേട്ടോ. അത് പിന്നെ കുറച്ചൊരു ഇത് വിനാഗിരി കുറച്ചൊന്ന് ഒഴിക്കുന്ന രസം, ഒരു പുളിപ്പ് ഇതൊക്കെ ഉള്ളത് ഈ പൊരിക്കുന്നതിലൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ എല്ലാ മീൻ വറുക്കുമ്പോഴാണെങ്കിലും ചിക്കൻ എന്ത് വറുക്കുമ്പോഴും കുറച്ച് വിനാഗിരി ഒഴിക്കും. പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് ഞാൻ പൊടിച്ചേക്കലാണ്. വലിയ ജീരകമായാലും പെരുംജീരകമാണെങ്കിലും ചെറിയ ജീരകമാണെങ്കിലൊക്കെ വറുത്ത് പൊടിച്ചേക്കലാണ്. അപ്പോൾ നമ്മൾ ഈ വറുക്കുന്നതിലൊക്കെ കുറേച്ചായിട്ട് ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ കൂടുതലില്ല കേട്ടോ, കുറച്ച് കൂട്ടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് കുറച്ച് നമ്മൾ തൈര് വെച്ചിരിക്കണം കേട്ടോ, ഒരു സ്പൂണ് തൈര്, പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിടണേ. ആദ്യം ഉപ്പിനെ പറഞ്ഞിരിക്കുന്നത് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ചിക്കന് നല്ലതുപോലെ കുഴച്ച് വെക്കാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലോ ഇനിയിപ്പോൾ പുറത്തായാലും മതി, നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട്, പിന്നെ ഞാൻ കറിവേപ്പില ചിക്കൻ പിന്നെ ഇത് മുളകും കായൊക്കെ തേക്കുമ്പോൾ ഇട്ടതുകൊണ്ട് വെളിച്ചെണ്ണയിൽ കരിവേപ്പില ഇട്ടിട്ടില്ല, ഇങ്ങനെ തന്നെ വറുത്തെടുക്കാൻ ചെയ്തത്. നമ്മളെ മത്തിക്കറി കണ്ടില്ലേ, എന്താ ടേസ്റ്റ് കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിച്ചാൽ അറിയാം എങ്ങനെയാണെന്നുള്ള പപ്പടം വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കന് ആ എണ്ണയിലേക്ക് തന്നെ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചിക്കനും വറുത്തെടുക്കാം. ഞാൻ 4 കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, മോള് മാത്രമേ ഉള്ളൂ. ഇതാ പൂച്ചകൾക്ക് നമ്മളെ ഷിട്ടുവാണ്, മൂത്ത ആളെ പേര് ഷിട്ടു എന്നാണ്, ആൺപൂച്ചാണ്. ഇവള് പിന്നെ ഇത് പെണ്ണാണ് കേട്ടോ, ഷിട്ടുവിൻ്റെ മോളാണ്. പക്ഷെ വലുതായിപ്പോയി കേട്ടോ, വലുതായിക്കിന് 2 വയസ്സായി, 1.5 വയസ്സായിട്ടായി തോന്നുന്നു. പിന്നെ ഓൾക്ക് ഭയങ്കര ഇതാണ്, അവളങ്ങനെ ഒന്നും കഴിക്കില്ല. ഓക്കെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ വരെ ബിസ്ക്കറ്റ് അതന്നെ കിട്ടണം, ഉച്ചക്കും വൈകുന്നേരവും രാത്രിയും രാവിലെയൊക്കെ അതന്നെ കിട്ടാൻ. ഇത് ഷിട്ടു, ഇവന് ഇപ്പോൾ 4 വയസ്സായിക്കുന്നു. പിന്നെ മൂപ്പര് പിന്നെ അതിങ്ങനെ അതിൽ ഒരു നേരം മത്തി കിട്ടിയാലും, മത്തിയല്ല എന്ത് മീനായാലും മഞ്ഞളിട്ടിട്ട് വേവിച്ചെടുത്താൽ മൂപ്പര് തട്ടിക്കോളൂ. ഓളതല്ല, ഓള് ഭയങ്കര അഹങ്കാരിയാണ്, ഓക്കെ ബിസ്ക്കറ്റ് തന്നെ കിട്ടണം. പക്ഷെ കൊടുക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാത്തു നിൽക്കും കേട്ടോ, കൊടുത്തിട്ടില്ലെങ്കിൽ ആ ബിസ്ക്കറ്റ് കൊടുത്തില്ലെങ്കിൽ മത്തി വെച്ച് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പത്തിവരെ കഴിച്ചിട്ടുണ്ടാവും. എന്നാലും മീൻ കഴിക്കണമല്ലോ, ഓരോ ശരീരത്തിന് നല്ലതല്ലേ. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ. ഇതാ കറി, ഇതാ നമ്മളെ ഞാൻ മത്തിയെ കഴിച്ച് നോക്കിയിരുന്നു കേട്ടോ, രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് തീരെ ക്ഷമയില്ല. അപ്പോൾ ഉപ്പുമാവിന് ഒരു മത്തി എടുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ള മത്തി കേട്ടോ.